ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞത് പെട്ടെന്നുള്ള ചോരത്തിളപ്പ് കൊണ്ടല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നും താൻ ഇടുക്കിയിൽ ഉണ്ടാകുമെന്നുമാണ് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചേർത്തലപ്പ് കൊണ്ട് KSC നേതാവുമായിരുന്നു നേരത്തെ തെറ്റിരിക്കുന്നത്. ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാൻ്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കണ്ടിട്ടുള്ളോളോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ അതിന് അധികരിക്കാൻ പറ്റുമോ? പക്ഷേ സഡൻ ഡിസിഷൻ. അദ്ദേഹം പാലയെ മത്സരിച്ച വ്യക്തിയാണ്. പാല നഷ്ടപ്പെടേണ്ട സീറ്റല്ലല്ലോ. ആ തെറ്റുകൾ തിരുത്തി മടങ്ങി വരുമെന്ന് ചെയർമാൻ തന്നെ പാലായി പ്രസംഗിച്ചല്ലോ. പിന്നെ പാല ഞങ്ങൾ കാണാതെ പോകാൻ പറ്റുമോ? സഡൻ റിയാക്ഷൻ അല്ലല്ലോ, വളരെ ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞത്. സഡൻ റിയാക്ഷനാണത് ഒരു കാര്യം പറയുന്നത്. ഇനി തീരുമാനം കൈക്കൊള്ളുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നുള്ളത് ശരി. ഞാൻ മത്സരിക്കുകയോ ഇല്ലയോ, ജയിക്കുകയോ തോക്കുമോ എന്നുള്ള അല്ല വിഷയം. പൊതുപ്രവർത്തകൻ്റെ സന്നിധി എവിടെയാണ്? ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താ? അവർ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം. അത് മത്സരത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയല്ല, അവരോടൊപ്പം നിലകൊള്ളാനുള്ള ബാധ്യത അതൊരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നൊന്നല്ല. നൂറ്റാണ്ട് ചെറിയ കാലഘട്ടമാണോ? പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നത് അടുത്തിടെ അടിമാലിയിൽ വെച്ചായിരുന്നു. ചോരത്തിളപ്പ് കൊണ്ടാണെന്നായിരുന്നു പിന്നീട് ജോസ് കെ മാണി ഇതിനോട് നൽകിയ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കൂടി കാണാം. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും ഒരു KSC എന്ന് വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ വിജയൻ, പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറയുമ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ഏതായാലും ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥി എന്നുറപ്പിച്ച് കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് എന്ന് വേണമെങ്കിൽ റോഷി അഗസ്റ്റിൻ പ്രതികരണങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് ആ നിലയിൽ നമുക്ക് കാണാവുന്നതാണ് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായിട്ടും പാലായിൽ ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയാകും, LDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം റോഷി അഗസ്റ്റിൻ അടിവരയിട്ട് പറയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അടിമാലിയിൽ LDFന്റെ വികസന മുന്നേറ്റ ജാഥ എത്തിയപ്പോൾ അതിൽ മാധ്യമങ്ങളെ ജോസ് കെ മാണി കാണുന്ന സമയത്ത് ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചതിന് ശേഷം റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയാകും, മത്സരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത്. പിറ്റേ ദിവസം അദ്ദേഹം അതിനെ ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ തിരുത്തുന്ന വിധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രതികരണം ഒരിക്കൽ കൂടിയും റോഷി അഗസ്റ്റിന്റെ ആ പറച്ചിലിന്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്ന് അടിവരയിട്ട് കാണിക്കുന്നതാണ്. എന്തായാലും നാദിനില്ലാ കളരിയല്ല കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. നിലവിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പാർട്ടിയുടെ തീരുമാനപ്രകാരം ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അല്ലാത്ത പക്ഷം അതിൽ യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. അതായത് ജോസ് കെ മാണി മത്സരിക്കും, ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടിയാണെന്ന് ഇടയിൽ പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മത്സരിക്കേണ്ടതില്ല, ഒരു പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ മത്സരിക്കില്ല എന്ന് പറയേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അണികൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാക്കും. അങ്ങനെ നിലവിലുള്ള MLA മാരൊന്നും മത്സരിക്കേണ്ടതില്ല എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജോസ് കെ മാണിയും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. ഇടുക്കിയിൽ താൻ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം കൂടി റോഷി അഗസ്റ്റിൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ ശക്തമായി തന്നെ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം പുറത്തേക്ക് വരികയാണ്. ജോസ് കെ മാണി ഇതെല്ലാം ഒരു മയത്തിൽ അങ്ങ് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം അത് കൂടുതൽ ചർച്ചയാകുന്ന വിധത്തിൽ കൂടുതൽ ശക്തമായി തന്നെയാണ് വരികയും ചെയ്യുന്നത്. ദിലീപ് കുമാർ. ടോബി ജോൺസൺ കൂടി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, കേരള കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ടോ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി? ചിലർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസുമായി ബന്ധമുള്ള ചിലർ പറയുന്നുണ്ട് അവിടെ മാണി സി കാപ്പൻ വിജയിക്കുകയും
ജോസ് കെ മാണി പരാജയപ്പെടുകയും LDFന് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ എതിരാളികളില്ലാതെ തന്നെ റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരം നീക്കത്തിന് പിന്നിൽ എന്ന കാര്യം അവിടെ നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുകയും ഒരുപക്ഷെ അവിടെ ജയിക്കുകയും LDFന് ഭൂരിപക്ഷം കിട്ടുകയും സർക്കാർ ഉണ്ടാക്കുകയും ചെയ്താൽ റോഷി അഗസ്റ്റിന് ഒരു എതിരാളി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ കൂടിയാണെന്ന് കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേരള കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ ടോബി? ദിലീപ് കുമാർ, ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ നേതാക്കളുടെ സ്നേഹം, അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും കാര്യങ്ങൾ നിലവിൽ പോയിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്ന നിലപാടുകൾ രണ്ടറ്റത്താണെന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇപ്പോൾ ഇന്നത്തെ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം തന്നെ നമുക്ക് നോക്കാം. കോൺഫിഡൻസ് ഇല്ലാത്തത് ആർക്ക് എന്നൊരു ചോദ്യമാണ് റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നത്. അത് മാധ്യമപ്രവർത്തകരോടാണ് ആ ചോദ്യം ചോദിച്ചതെങ്കിലും അത് ചെന്ന് നിൽക്കുന്നത് ജോസ് കെ മാണിയുടെ മുന്നിൽ തന്നെയാണ്. എന്തുകൊണ്ട് പാലായിൽ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ മത്സരിക്കും എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. ജോസ് കെ മാണി ഈ ചോദ്യത്തിന് ഇതുവരെ ആരോടും ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. നേരത്തെ മണ്ഡലം മാറുമെന്നുള്ള വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അന്നും പാലായിൽ തന്നെ താൻ നിൽക്കും എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് സാധിച്ചില്ല. ഇപ്പോൾ മാണി സി കാപ്പനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വന്നിട്ടും പാലായിൽ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ റോഷി അഗസ്റ്റിൻ കോൺഫിഡൻസോടെ, ആ ജോസ് കെ മാണിക്കില്ലാത്ത കോൺഫിഡൻസ് റോഷി അഗസ്റ്റിൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടും രണ്ട് പാതയിലാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നത്. എന്തായാലും റോഷി പറയുന്നതിനെ തള്ളിക്കളയുകയാണ്. സ്നേഹത്തോടെയാണെങ്കിലും ജോസ് കെ മാണി തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പരാമർശം നമ്മൾ കണ്ടതാണ്. ആവേശം കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തെ ഇന്ന് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളോടെന്ന നിലയ്ക്ക് തിരുത്തുകയാണ്. ആവേശം കൊണ്ട് പറഞ്ഞതല്ല, എല്ലാം കൃത്യമായി ആലോചിച്ച് തന്നെയാണ് താൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾക്കുള്ള മറുപടിയായി നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അത് അല്ല എന്ന് പറഞ്ഞത് ജോസ് കെ മാണിയാണ്. ഒപ്പം തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തത് ആർക്കാണ്? കോൺഫിഡൻസ് ഇല്ലാത്തത് ജോസ് കെ മാണിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം അത് തുറന്നു പറയാൻ, താൻ പാലയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയാൻ ജോസ് കെ മാണി ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ ഇലക്ഷൻ പ്രഖ്യാപനം വരാത്തത് കൊണ്ടും വിജ്ഞാപനം വരാത്തത് കൊണ്ടും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാത്തത് കൊണ്ടുമായിരിക്കും അദ്ദേഹം അത് പറയാത്തത് എന്നുള്ളൊരു വിശദീകരണം ഉണ്ടാകും. പക്ഷേ റോഷി അഗസ്റ്റിൻ ഇത് പറയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ചില അഭ്യൂഹങ്ങൾ, പല കാര്യങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട്. നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും രണ്ട് തട്ടിലാണെന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. നേരത്തെ UDFിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് LDFിൽ ഉറച്ചു നിൽക്കണമെന്ന് കടുത്ത നിലപാട് സ്വീകരിച്ചത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമാണ്. അതുകൊണ്ട് തന്നെ റോഷിയുടെ ശബ്ദം ശക്തമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഉയർന്നു വന്നേക്കാം. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് രണ്ട് നേതാക്കളും പറയുന്നത് രണ്ട് കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.